നമസ്കാരം. ഇന്ത്യൻ നാവികസേന വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിലും നാവിക അഭ്യാസത്തിലും പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് IRIS ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തുറമുഖ നഗരമായ ഗോളിൽ നിന്ന് 74 കിലോമീറ്റർ അകലെ വെച്ച് അമേരിക്കൻ അന്തർവാഹിനി തകർക്കുന്നത്. അതായത് ഇന്ത്യയുടെ അതിഥിയായി വന്ന് മടങ്ങിയവർക്ക് നേരെയായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ഒക്ടോബറിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യൻ നാവികസേനയെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാവൽക്കാരെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ക്ഷണപ്രകാരം വന്ന അതിഥി കപ്പലിനെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നത് വലിയൊരു വീഴ്ചയാണെന്ന് വിമർശനമുയർന്നു. ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇന്ത്യൻ നാവികസേന ഒരു ദിവസത്തിലധികം സമയമെടുത്തു. അമേരിക്കയുടെ ഈ നടപടി അപലപിക്കാൻ പോലും ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ തന്ത്രപരമായി അമേരിക്കയോടും ഇസ്രയേലിനോടും ചേർന്ന് നിൽക്കുന്നതായും ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പോലും അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, പ്രതിപക്ഷവും ശക്തമായ വിമർശനമാണ് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത്. കേരളത്തിൽ ഇത് ഏറ്റുപിടിച്ചത് ദേശാഭിമാനി പോലുള്ള പത്രങ്ങളായിരുന്നു. ഇന്ത്യയുടെ നാവിക കേന്ദ്രങ്ങളും US നേവിയുടെ നിരീക്ഷണ വലയത്തിലാണെന്നും മോദി സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അമേരിക്ക നടത്തുന്ന നിയമലംഘനങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്യുകയാണ് മോദി സർക്കാരെന്നും ദേശാഭിമാനി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാനെ ആക്രമിച്ചത്. ആയത്തുള്ള അലി ഖമീനിയെ US ഇസ്രയേൽ സഖ്യം വധിച്ചിട്ടും അതിനെ അപലപിക്കാത്ത പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മോദി അറിഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം എന്ന ആരോപണവും ഇന്ത്യ നേരിടുകയാണെന്നും ദേശാഭിമാനി വെച്ച് കാച്ചി. എന്നാൽ വിമർശനത്തിനപ്പുറം എന്താണ് ഇതിലെ മറ്റു കാരണങ്ങളെന്നും വിലയിരുത്തേണ്ടതുണ്ട്. ഒരു കപ്പൽ ഇന്ത്യൻ സമുദ്ര അതിർത്തി വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ സുരക്ഷ ഇന്ത്യയുടെ ഉത്തരവാദിത്തമല്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകൾ അയൽ രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ സന്ദർശിക്കാറുണ്ട്. എന്നാൽ തുറമുഖം വിട്ടുകഴിഞ്ഞാൽ ആ കപ്പലുകൾ അവരവരുടെ സുരക്ഷ സ്വയം ഉറപ്പാക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് പുറത്തുള്ള മേഖലയിലാണ് ഈ ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇടപെടാൻ ഇന്ത്യക്ക് നിയമപരമായി യാതൊരു അധികാരവുമില്ലായിരുന്നുവെന്നതാണ് വസ്തുത. നിസാന്റെ മുൻ സിഇഒയും സാങ്കേതിക വിദഗ്ധനുമായ ടോണി തോമസാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. പലരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന നിലയിൽ അദ്ദേഹം കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ്: ഇന്ത്യ ഈ കപ്പലിന് അകമ്പടി നൽകണമായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അപകടങ്ങളുമുണ്ട്. അമേരിക്കയുമായി നേരിട്ട് യുദ്ധത്തിലുള്ള ഒരു രാജ്യത്തിന്റെ കപ്പലിന് ഇന്ത്യ സൈനിക സംരക്ഷണം നൽകിയാൽ അത് ഇന്ത്യ ഒരു പക്ഷം പിടിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ തന്ത്രപ്രധാന ബന്ധത്തെ അത് ദോഷകരമായി ബാധിക്കുമായിരുന്നു. ഫലത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധത്തിലേക്ക് ഇന്ത്യ അനാവശ്യമായി വലിച്ചിഴക്കപ്പെടാൻ ഇത് കാരണമാകുമായിരുന്നു. കൂടാതെ വെള്ളത്തിനടിയിൽ നിഗൂഢമായി നീങ്ങുന്ന അന്തർവാഹിനികളെ കൃത്യമായി കണ്ടെത്തുക എന്നത് ലോകത്തിലെ ഏതൊരു വലിയ നാവികസേനയ്ക്കും സാങ്കേതികമായി അസാധ്യമായ കാര്യമാണ്. അപകടകരമായ നീക്കങ്ങൾക്ക് മുതിരാതെ ഇന്ത്യ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ഈ സാഹചര്യത്തിൽ പെരുമാറിയത്. സംഭവത്തിന് ശേഷം വിവരങ്ങൾ നിരീക്ഷിക്കാനും ശ്രീലങ്കൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ഇന്ത്യ തയ്യാറായി. അമേരിക്കയും ഇറാനുമായി ഒരുപോലെ നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകും. ഇന്ത്യൻ മഹാസമുദ്രം ഒരു യുദ്ധക്കളമാകാതെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ പരമപ്രധാനമായ ലക്ഷ്യം. ചില സമയങ്ങളിൽ എടുത്തുചാടി പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ നേതൃഗുണം കാണിക്കുന്നത് സംയമനം പാലിക്കുന്നതിലൂടെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തമല്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് ഈ രാജ്യം വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നിഷ്പക്ഷമായ നിലപാടാണ് ശരി. IRIS ദേനയുടെ തകർച്ച അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയൊരു തർക്കത്തിന്റെ ഭാഗമാണ്. അതിപ്പോൾ ഇന്ത്യയുടെ പോരാട്ടമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനിടെ കൊളംബോ തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന ഇറാന്റെ സൈനിക ടാങ്കറായ ബുഷെഹറിലേക്കും ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. ആണവാക്രമണ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച 20 നോട്ടിക്കൽ മൈൽ പരിധിയുള്ള ടോർപിഡോ മിസൈൽ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ വിർജീനിയ ക്ലാസ് SSN സബ്മറൈൻ IRIS ദേനയെ മുക്കിയത്. ആക്രമിക്കപ്പെടുമ്പോൾ രാജ്യാന്തര സമുദ്ര മേഖലയിലായിരുന്നു IRIS ദേന നങ്കൂരമിട്ടിരുന്നത്. എന്നാൽ നിലവിൽ കൊളംബോ തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 18 കിലോമീറ്റർ മാത്രം അകലെയാണ് ബുഷെഹർ നങ്കൂരമിട്ടിരിക്കുന്നത്. ശ്രീലങ്കയുടെ ജലപരിധിക്കുള്ളിലാണ് ബുഷെഹർ. ഇതിനെയും US ആക്രമിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും എണ്ണക്കപ്പലുകളെയും ലക്ഷ്യമിടാൻ ഇറാൻ ശ്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ സമുദ്രത്തിലേക്കും നീണ്ടത്.